നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. കൂട്ടായ്മയിലെ ഓരോ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ചിട്ടുള്ള ശുശ്രൂഷയോടനുബന്ധിച്ചാണ് അപ്പോസ്തലൻ ഈ വാക്യം എഴുതിയിട്ടുള്ളത്. ആ വാക്യം ഇപ്രകാരമാണ്: അങ്ങനെ നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഇതെഴുതിയ കാലഘട്ടം AD 55-57 കാലഘട്ടമാണ്. അതായത് AD 70 മുൻപുള്ള കാലഘട്ടത്തിലാണ് ഈ ലേഖനം എഴുതപ്പെട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, പ്രസ്തുത വാക്യം എല്ലാ പുതിയ നിയമസഭകളിലും കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ചിട്ടുള്ള ശുശ്രൂഷയിൽ സ്ഥിരമായി വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഒരു വചനഭാഗമാണ്. ഈ വാക്യവും ഇതിൻ്റെ വിശദീകരണവും വിശ്വാസികൾക്ക് കൊടുക്കുന്ന ഒരു തിരിച്ചറിവ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് ഇതേവരെയും സംഭവിച്ചിട്ടില്ലെന്നും കർത്താവ് വീണ്ടും വരുന്നത് വരെ ഈ ശുശ്രൂഷ തുടർന്നുകൊണ്ട് പോകണമെന്നും ഇതുമൂലം കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുകയാണ് വചനപ്രകാരം തങ്ങൾ ചെയ്യുന്നതെന്നും, കൂടാതെ കർത്താവായ യേശു താൻ അന്ത്യ അത്താഴത്തിൻ്റെ സമയത്ത് ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ എന്ന് കൊടുത്ത നിർദ്ദേശപ്രകാരം, അഥവാ കർത്താവ് കൊടുത്ത കൽപ്പന പ്രകാരം തങ്ങൾ അതിനെ അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അത്രേ എല്ലാവരുടെയും വിശ്വാസം, അല്ലെങ്കിൽ എല്ലാവരുടെയും ധാരണ. അതിനാൽ തന്നെ കർത്താവിൻ്റെ പീഡാനുഭവ ചിന്തകളും കർത്താവിൻ്റെ മരണം സംബന്ധിച്ച് ദൈവവചന പ്രകാരമുള്ള വിശദീകരണങ്ങളുമെല്ലാം അതിനെ ആസ്പദമാക്കിയിട്ടുള്ള പാട്ടുകളുമെല്ലാം ഈ ശുശ്രൂഷയുടെ സമയത്ത് ഉണ്ടായിരിക്കും. മാത്രമല്ല, തങ്ങളുടെ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണ സമർപ്പണത്തോടെ വേണം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച ശുശ്രൂഷയിൽ പങ്കുകൊള്ളാൻ എന്നീ വിധത്തിലുള്ള സന്ദേശങ്ങളും സ്ഥിരമായി കൊടുക്കാറുണ്ട്. എന്നാൽ AD 70 സംഭവിച്ച യെരുശലേമിൻ്റെ നാശവും ദൈവാലയത്തിൻ്റെ തകർച്ചയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവും ദൈവവചനം സംബന്ധമായും ചരിത്രപരമായുള്ള സത്യങ്ങളും തിരിച്ചറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന നിങ്ങളെ സംബന്ധിച്ച് 1 കൊരിന്ത്യർ ലേഖനം 11-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉയർന്നു വരുവാൻ സാധ്യതയുള്ള ഒരു സംശയം: AD 70 ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് സംഭവിച്ച് കഴിഞ്ഞിരിക്കെ നമ്മൾ ഈ ശുശ്രൂഷ വീണ്ടും പിന്തുടർന്നു പോകേണ്ട ആവശ്യകതയുണ്ടോ എന്നൊരു ചോദ്യമുയരാം. കൂടാതെ കർത്താവിൻ്റെ വരവ് വരെ കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ശുശ്രൂഷ കർത്താവ് മടങ്ങി വന്നതിന് ശേഷവും തുടർന്നു പോകുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നൊരു ചോദ്യവും നിങ്ങളുടെ ഉള്ളിൽ വരാം. അതുമാത്രമല്ല, പ്രസ്തുത വിഷയത്തിൽ വളരെ കൃത്യമായ ഒരു ഉത്തരം ലഭിക്കുവോളം നിങ്ങളുടെ എല്ലാം ഉള്ളിൽ ഇത് വളരെ തെറ്റിദ്ധാരണയുണ്ടാക്കാനും സാധ്യതയുള്ള ഒരു വിഷയമാണ്. ആകയാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം നമുക്ക് വിശകലനം ചെയ്യാം. ഒന്നാമതായി, സുവിശേഷത്തിൽ വിശുദ്ധ മത്തായി, മാർക്കോസ്, ലൂക്കോസ് എന്നിവരും ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസും ഈ വിഷയത്തെ പരാമർശിച്ചിട്ടുണ്ട്. വിശുദ്ധ മത്തായിയും മർക്കോസും എഴുതിയ കാര്യങ്ങൾ സാമ്യമുള്ളതാണ്. എന്നാൽ വിശുദ്ധ ലൂക്കോസും പൗലോസ് അപ്പോസ്തലനും എഴുതിയ കാര്യങ്ങൾ മത്തായിയും മാർക്കോസും എഴുതിയിരിക്കുന്നതിൽ നിന്നും ചെറിയ വ്യത്യാസം കാണാൻ സാധിക്കുന്നുണ്ട്.
മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യവും മർക്കോസിൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യവും വായിക്കുമ്പോൾ രണ്ടുപേരും എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ സാമ്യമുള്ളതാണ്. അതിപ്രകാരമാണ്: അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്തു, വാഴ്ത്തി, നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇതെൻ്റെ ശരീരം എന്ന് കർത്താവായ യേശു പറഞ്ഞു. എന്നാൽ ഇതേ കാര്യം തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിലും 1 കൊരിന്ത്യർ ലേഖനം 11-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിലും വായിക്കുമ്പോൾ ആദ്യം കേട്ടതിൽ നിന്നും ഒരു കാര്യം പ്രത്യേകമായിട്ട് നമുക്ക് വായിക്കുവാൻ സാധിക്കും. അതിപ്രകാരമാണ്: പിന്നെ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം. അതിനുശേഷം കർത്താവ് പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് കർത്താവ് പറഞ്ഞതായി വിശുദ്ധ മത്തായിയും മാർക്കോസും രേഖപ്പെടുത്തിയിട്ടില്ല. വീണ്ടും മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം 27, 28 വാക്യങ്ങളിലും മർക്കോസിൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 23, 24 വാക്യങ്ങളിലും ഇപ്രകാരം വായിക്കാൻ സാധിക്കുന്നുണ്ട്: പിന്നെ പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്നും കുടിപ്പിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിൻ്റെ രക്തം എന്നെഴുതിയിരിക്കുന്നു. പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിൻ്റെ രക്തം എന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യവും 1 കൊരിന്ത്യർ ലേഖനം 11-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യവും ശ്രദ്ധിച്ചാൽ അല്പം കൂടി വ്യത്യസ്തമായ രീതിയിൽ, അതേസമയം കുറച്ചുകൂടി ആ ഉടമ്പടിക്ക് ഉറപ്പു നൽകുന്ന വിധത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നുവെന്നാണ് ഈ രണ്ടുപേരും എഴുതിയിട്ടുള്ളത്. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു എന്നാണ് ഇവർ രണ്ടുപേരും എഴുതിയേക്കുന്നത്. ഒരു ഉടമ്പടിയുടെ സ്ഥാപനം ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യവും മർക്കോസിൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യവും ഒരേപോലെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടി പുതിയതായി കുടിക്കുന്ന നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്നും ഇനി കുടിക്കുകയില്ല. ഒന്നുകൂടി പറയാം. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടി പുതിയതായി കുടിക്കുന്ന നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്നും ഇനി കുടിക്കുകയില്ല. ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവരാജ്യം വരുവോളം, ശ്രദ്ധിക്കണം, ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കുകയില്ല. ഇന്നു മുതൽ എന്ന് വെച്ചാൽ കർത്താവ് അന്ത്യ അത്താഴത്തിന് ഇരുന്നിട്ട് അപ്പം വാഴ്ത്തി നുറുക്കി കൊടുത്ത് പാനപാത്രം ആശീർവദിച്ചതിന് ശേഷം കുടിച്ചതിന് ശേഷമാണ് പറയുന്നത്, ഇന്നു മുതൽ ഇനി കുടിക്കുകയില്ല, ഇനി എന്നേ കുടിക്കത്തുള്ളൂ, നിങ്ങളോടുകൂടെ ദൈവരാജ്യം വരുന്ന സമയത്ത് മുന്തിരിവള്ളിയുടെ അനുഭവം നമ്മൾ ഒരുമിച്ച് ആസ്വദിക്കും. പ്രിയപ്പെട്ടവരെ, 3 സുവിശേഷങ്ങളിലും എഴുതിയിരിക്കുന്ന കാര്യം ഒരേ കാര്യമാണ്. അന്ത്യ അത്താഴം കഴിക്കുന്ന സമയത്ത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടായി പറഞ്ഞതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇനി ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്നും കുടിക്കുന്നത് ദൈവരാജ്യത്തിൽ നിങ്ങളോടുകൂടെ ആയിരിക്കും എന്നതത്ര. ഇവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നുള്ള
ഒരു വാക്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 10-ാമത്തെ അധ്യായം 40-41 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ കൊർന്നേലിയോസിൻ്റെ വീട്ടിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ചെയ്ത പ്രസംഗത്തിൻ്റെ ഭാഗത്ത് ഈ 40-41 വാക്യങ്ങളിൽ പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിച്ച കാര്യങ്ങൾ ശ്രദ്ധിക്കുക. താൻ ഇപ്രകാരമാണ് പറഞ്ഞത്: ദൈവം അവനെ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുവിനെ, ദൈവം അവനെ 3-ാം ദിവസം ഉയിർത്തെഴുന്നേൽപ്പിച്ച് പ്രത്യക്ഷനാക്കി തന്നു. സകല ജനത്തിനുമല്ല, പിന്നെയോ ദൈവം മുൻകൂട്ടി സാക്ഷികളായി തിരഞ്ഞെടുത്തവർക്ക് മാത്രം. ആ തിരഞ്ഞെടുത്തത് മുൻകൂട്ടി സാക്ഷികളാക്കി തീർത്തവർ ആരാണെന്ന് താൻ വ്യക്തമാക്കുകയാണ് അടുത്ത ഭാഗത്ത്. അവൻ മരിച്ചവരിൽ നിന്നും ഉയിർത്തെഴുന്നേറ്റതിൻ്റെ ശേഷം അവനോട് കൂടെ ഭക്ഷിച്ച് പാനം ചെയ്തവരായ ഞങ്ങൾക്ക് തന്നെ. അവനോടുകൂടെ അന്ത്യ-അത്താഴത്തിൽ അപ്പം ഭക്ഷിക്കുകയും പാനപാത്രയും കുടിക്കുകയും ചെയ്തവരായ ഞങ്ങൾക്കെന്നല്ല പറഞ്ഞേ, പകരം അവൻ മരിച്ചവരിൽ നിന്നും ഉയിർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്തവരായ ഞങ്ങൾ. ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി കാണും. അതിൻ്റെ പ്രാധാന്യം, ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കിയാലേ അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതിൻ്റെ അർത്ഥം ഇതാണ്: അവൻ മരിച്ചവരിൽ നിന്നും ഉയിർത്തെഴുന്നേറ്റതിൻ്റെ ശേഷം അവനും ഞങ്ങളും ഒരുമിച്ച് ഭക്ഷിക്കുകയും ഒരുമിച്ച് പാനം ചെയ്യുകയും ചെയ്തു. വിശദമായി പറഞ്ഞാൽ, ക്രിസ്തു ഉയിർത്തെഴുന്നേറ്റ ശേഷം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി, മാത്രവുമല്ല ഞങ്ങളോടുകൂടെ ഭക്ഷിക്കുകയും ഞങ്ങളോടുകൂടെ പാനം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ് താൻ ഇവിടെ പ്രഖ്യാപിച്ചത്. ഇവിടെ മത്തായി സുവിശേഷം 26-29 മർക്കോസിന്റെ സുവിശേഷം 14-25 വാക്യങ്ങൾ കൂടി ചേർത്ത് വായിച്ചാൽ കാര്യങ്ങൾ വളരെ വ്യക്തമാകും. അവരിങ്ങനെ എഴുതിയിട്ടുള്ളത്: മുന്തിരിവള്ളിയുടെ അനുഭവം, ദൈവരാജ്യത്തിൽ വീണ്ടും ശിഷ്യന്മാരോടുകൂടെ കർത്താവ് പാനം ചെയ്തു. മുന്തിരിവള്ളിയുടെ അനുഭവം, ദൈവരാജ്യത്തിൽ വീണ്ടും ശിഷ്യന്മാരോടുകൂടെ കർത്താവ് അനുഭവിച്ചു, കർത്താവ് പാനം ചെയ്തു. ആകയാൽ AD 70 മുൻപും AD 70 ശേഷവും ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ മുൻപും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ശേഷവും കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം 2 വിധത്തിലാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒന്നാമത്തേതായിട്ട് മനസ്സിലാക്കേണ്ടത്, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവിന് മുൻപ് ഈ ശുശ്രൂഷ ശരിക്കും ഒരു മെമ്മോറിയൽ സർവീസായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഓർമ്മയുടെ ശുശ്രൂഷയായിരുന്നു. കാരണം ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിലും 1 കൊരിന്ത്യർ ലേഖനം 11-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിലും വായിച്ച പ്രകാരം അവിടെ എഴുതിയിട്ടുണ്ട്: എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അതായത് കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ ഒപ്പം അവസാന അത്താഴം കഴിച്ചപ്പോൾ അന്ന് അപ്പം നുറുക്കുകയും പാനപാത്രം വാഴ്ത്തുകയും ചെയ്തു. അതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നത്രേ കർത്താവ് പറഞ്ഞത്. അപ്പോൾ കർത്താവ് പറഞ്ഞ വചനപ്രകാരം ഇതൊരു ഓർമ്മയുടെ ശുശ്രൂഷയായിരുന്നു കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവിന് മുൻപ്. അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ അത് ഓർത്തോണ്ടാ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവിന് ശേഷമുള്ള ശുശ്രൂഷ, അതായത്
AD 70 ശേഷം ഇന്ന് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ യഥാർത്ഥത്തിൽ ഓർമ്മയുടെ ശുശ്രൂഷയല്ലത്. മറിച്ച് ഇന്ന് ഇതൊരു സന്തോഷകരമായ ഒരവസ്ഥയും സന്തോഷകരമായ ഒരനുഭവവുമാണ്. കർത്താവിൻ്റെ വരവിൻ്റെ മുമ്പുള്ള അവസ്ഥയിൽ ഈ ശുശ്രൂഷയിൽ പാപത്തിൻ്റെ ചിന്തകളും പാപമോചനത്തിനായുള്ള സമർപ്പണവുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, കാരണം അതിലേക്ക് കൈനീട്ടുന്നതിന് മുൻപ് കർത്താവിൻ്റെ ശരീരത്തിലേക്കാണ് നമ്മൾ കൈനീട്ടുന്നത്, കർത്താവിൻ്റെ രക്തത്തിലേക്കാണ് നമ്മൾ കൈനീട്ടുന്നത്. അയോഗ്യമായിട്ടിത് ചെയ്യരുത്, തന്നെത്താൻ വിവേചിക്കണം. അതുകൊണ്ട് തെറ്റ് ചെയ്തവരോ പാപചിന്തയുള്ളവരോ ഈ സമയത്ത് വാസ്തവമായും മാനസാന്തരപ്പെട്ടിട്ട് വേണം ഇതിലേക്ക് കൈനീട്ടാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കത് ശിക്ഷയായിട്ട് തീരും എന്നുള്ള ഉപദേശങ്ങളും വ്യാഖ്യാനങ്ങളൊക്കെ നിലനിൽക്കേ, കർത്താവിൻ്റെ വരവിന് മുൻപുള്ള അവസ്ഥയിൽ ഈ ശുശ്രൂഷയിൽ പാപത്തിൻ്റെ ചിന്തകളും പാപമോചനത്തിനായുള്ള സമർപ്പണവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, കർത്താവിൻ്റെ വരവിൻ്റെ ശേഷം ഇന്ന് കർത്താവിനാൽ സ്ഥാപിതമായ ദൈവരാജ്യത്തിൽ നമ്മളെ ആക്കി വച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ പാപബോധത്താലല്ല, മറിച്ച് നീതിബോധത്തിൽ സന്തോഷത്തോടെയാണ് നമ്മളിതിനെ പങ്കുചേരേണ്ടത്. ഹല്ലേലൂയ. രണ്ടാമതായി, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുൻപ് ചെയ്തിരുന്ന ഈ ശുശ്രൂഷയിൽ കർത്താവ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ കർത്താവ് സന്നിഹിതനായിരുന്നില്ല. കാരണം മത്തായിയുടെയും മാർക്കോസിൻ്റെയും സുവിശേഷത്തിൽ ഇപ്രകാരം എഴുതി, നിങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം, എന്നാൽ നിങ്ങളോടുകൂടെ ഞാനിനി ഇതിൽ നിന്നും കുടിക്കുന്നത് ദൈവരാജ്യത്തിൽ വെച്ചായിരിക്കും. ഇപ്പം നമ്മുടെ വിശ്വാസപ്രകാരം AD 70 ദൈവരാജ്യം സ്ഥാപിച്ചതിൻ്റെ ശേഷമുള്ള ശുശ്രൂഷയിൽ ആത്മാവായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട്. ദൈവരാജ്യത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവിലാണ് ഇന്ന് നമ്മൾ ഈ ശുശ്രൂഷ ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമതായി, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ മുൻപ് ഈ ശുശ്രൂഷയുടെ പ്രാധാന്യം, ഇത് കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ശുശ്രൂഷയായിരുന്നു. എന്നാൽ 1 കൊരിന്ത്യർ 11 അധ്യായം 26 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം എഴുതി, ഇങ്ങനെ നിങ്ങൾ അപ്പം ഭക്ഷിക്കുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കർത്താവിൻ്റെ വരവ് വരെ കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. എന്നാൽ കർത്താവ് വന്നു കഴിഞ്ഞ നിലയ്ക്ക് പിന്നീട് അത് മരണത്തെ പ്രസ്താവിക്കുന്ന ശുശ്രൂഷ അല്ല. കർത്താവിൻ്റെ വരവ് ഇനിയും സംഭവിക്കാനുള്ളതാണ് എന്ന കാത്തിരിപ്പിലാണ് ഭൂരിഭാഗം സഭകളും കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ വിവരിക്കുകയും കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ വിശദീകരിക്കുകയും നേരത്തെ പറഞ്ഞ പോലെ പാപബോധം ഉളവാക്കുന്ന തരത്തിലുള്ള മെസ്സേജ് കൊടുക്കുകയെല്ലാം ചെയ്യുന്നത്. എന്നാൽ ക്രിസ്തുവിൻ്റെ വരവിന് ശേഷം ഇപ്പോൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മൾ പ്രസ്താവിക്കുന്നത് കർത്താവിൻ്റെ മരണത്തെയല്ല, മറിച്ച് കർത്താവിൻ്റെ മരണത്തിൻ്റെ പ്രാധാന്യത്തെയാണ്. കർത്താവിൻ്റെ മരണം കൊണ്ട് ഒരു വിശ്വാസിക്ക് ലഭ്യമായ കാര്യങ്ങളുടെ പ്രാധാന്യത്തെയാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അടുത്തതായി, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുൻപ് പുതിയ നിയമത്തിനായി ചൊരിയപ്പെട്ട കർത്താവിൻ്റെ രക്തമായിരുന്നു ഈ ശുശ്രൂഷയിലെങ്കിൽ, പുതിയ നിയമത്തിനായി ചൊരിയപ്പെട്ട കർത്താവിൻ്റെ രക്തമായിരുന്നു എങ്കിൽ, കർത്താവിൻ്റെ വരവിൻ്റെ ശേഷം കർത്താവിൻ്റെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട പുതിയ നിയമസഭയിൽ
കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട വിശ്വാസി ദൈവത്തിൻ്റെ രാജ്യത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തിരിച്ചറിവിലാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ടത്. പഴയ നിയമസഭയിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്നും പുറപ്പെടുന്നതിന് മുൻപ് പെസഹ ആചരിച്ച സമയം അവർ വാഗ്ദത്തം ചെയ്യപ്പെട്ട ദേശത്തിലേക്ക് ചെന്ന് ചേരും എന്നുള്ള പ്രത്യാശയിലായിരുന്നു. കാരണം ആ പെസഹ കഴിച്ചതിന് ശേഷം അവർ പുറപ്പെടുന്നതിന് മുൻപാണ് പെസഹ അവർ കഴിച്ചത്. അപ്പോൾ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്നും പുറപ്പെടുന്നതിന് മുൻപ് പെസഹ ആചരിച്ചപ്പോൾ അവർ വാഗ്ദത്തം ചെയ്യപ്പെട്ട ദേശത്തിലേക്ക് ചെന്ന് ചേരുമെന്നുള്ള പ്രത്യാശയിലായിരുന്നു. അത് പഴയ നിയമത്തിൽ. എന്നാൽ പുതിയ നിയമത്തിലോ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് ശേഷമുള്ള ശുശ്രൂഷ അത് പുറപ്പാടിൻ്റെ പ്രതീകാത്മകമായ ഒരു നിവർത്തീകരണമാണ്. മിസ്രയീമിൽ നിന്നും ഇസ്രായേൽ മക്കളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന പോലെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും നമ്മെ വിടുവിച്ച് ദൈവരാജ്യത്തിലാക്കിയിരിക്കുന്നു എന്ന തിരിച്ചറിവിലാണ് ഇന്ന് ഇതാചരിക്കേണ്ടത്. ആകയാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് താമസിക്കുന്നതിനാൽ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം കർത്താവിൻ്റെ മരണം പ്രസ്താവിക്കുന്നുവെന്നും കർത്താവിൻ്റെ വരവ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് കർത്താവും ഒരുമിച്ച് സ്വർഗത്തിൽ പങ്കുകൊള്ളുമെന്നും ഉള്ള വ്യാഖ്യാനങ്ങൾ സത്യമായതല്ല. ഞാനൊന്നുകൂടി പറയാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് താമസിക്കുന്നതിനാൽ കർത്താവ് ഇതിന് വന്നിട്ടില്ല. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നത് കൊണ്ട് കർത്താവ് തന്ന കൽപ്പന പ്രകാരം വരവ് വരെയും മരണത്തെ പ്രസ്താവിക്കുന്നു എന്ന നിലയിലും കർത്താവിൻ്റെ വരവ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് കർത്താവുമായിട്ട് ഒരുമിച്ച് സ്വർഗത്തിൽ പങ്കുകാരാകും, പങ്കുചേരും അല്ലെങ്കിൽ പങ്കുകൊള്ളും എന്നുള്ള വ്യാഖ്യാനങ്ങളും ഒന്നും സത്യമായ വ്യാഖ്യാനങ്ങൾ അല്ല. കർത്താവിൻ്റെ മധ്യാകാശ വരവ് സംഭവിക്കുമ്പോൾ കർത്താവിനോടുകൂടി എടുക്കപ്പെടും എന്ന് കരുതി കാത്തിരിക്കുന്നവര് കർത്താവിനോടുകൂടി മധ്യാകാശത്തിൽ എടുക്കപ്പെട്ട ശേഷം സ്വർഗീയ സ്ഥലത്ത് വെച്ച് കർത്താവിനോടും അപ്പോസ്തലന്മാരോടും കൂടെ ഒന്നിച്ച് കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിപ്പാനും പാനപാത്രം അനുഭവിപ്പാനും ഇടയാകുമെന്ന് വിശ്വസിക്കുന്നു. ഒരു കൂട്ടര്, കാരണം അവർ കർത്താവിൻ്റെ വരവ് ഇതുവരെ സംഭവിച്ചിട്ടില്ല. കർത്താവിൻ്റെ വരവ് സംഭവിക്കുന്ന സമയത്ത് ഇന്ന പോലെ സംഭവിക്കും അല്ലെ ഇന്ന പോലെ നടക്കുമെന്ന് കരുതി അവർ വിശ്വസിക്കുന്നു. അതാണ് കർത്താവിനോടുകൂടി എടുക്കപ്പെടുമെന്ന് കരുതി കാത്തിരിക്കുന്നവർ. കർത്താവിനോടുകൂടി മധ്യാകാശത്തിൽ എടുക്കപ്പെട്ടതിൻ്റെ ശേഷം സ്വർഗീയ സ്ഥലത്ത് വെച്ച് കർത്താവിനോടും അപ്പോസ്തലന്മാരോടും കൂടെ ഒരുമിച്ച് കർത്താവിൻ്റെ മേശയിൽ നിന്നും ഭക്ഷിപ്പാനും പാനപാത്രം അനുഭവിപ്പാനും ഇടയായി തീരും എന്നവർ വിശ്വസിക്കുന്നു. എന്നാൽ അത് ഇവിടെ വെച്ച് നടത്തപ്പെടുന്ന ഈ ശുശ്രൂഷയുടെ പ്രാധാന്യത്തെയും ഈ ശുശ്രൂഷയുടെ ആവശ്യകതയെയും ഇല്ലാതെയാക്കി കളയുന്നില്ല. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം ഭൂമിയിൽ വീണ്ടും വന്നപ്പോൾ, കർത്താവായ യേശുക്രിസ്തു വീണ്ടും വന്നപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ചവർ AD 70 ശേഷം വിശ്വാസത്താൽ കർത്താവായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ ഈ ശുശ്രൂഷ പിന്തുടരുകയും ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുകയും ചെയ്തു വന്നിരുന്നു. ആ പിന്തുടർച്ച ഇന്നും പിന്തുടർന്നു പോകുന്നു. പക്ഷെ ബഹുഭൂരിപക്ഷവും കർത്താവ് വന്നിട്ടില്ലെന്നും കർത്താവിൻ്റെ വരവ് വരെ ആ മരണത്തെ പ്രസ്താവിക്കുകയാണെന്നും ഉള്ള അടിസ്ഥാനത്തിലാണ് ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഭൂമിയിലെ ദൈവസഭയും സ്വർഗീയ മണ്ഡലത്തിലെ വിശുദ്ധന്മാരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ കർത്താവിൻ്റെ മേശയിൽ നിന്നും
ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു വരുന്നു എന്നുള്ളത് ഒരാത്മീക സത്യമാണ്. ആകയാൽ ഈ ശുശ്രൂഷ മരണത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ശുശ്രൂഷയായിട്ടല്ല, മറിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവായ യേശുക്രിസ്തു മരണത്തിൻ്റെ മേലും പിശാചിൻ്റെ മേലും പാതാളത്തിൻ്റെ മേലും നേടിയ ജയത്തെ ആഘോഷിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. മരണത്തിൻ്റെ ഓർമ്മയല്ല, മറിച്ച് ജയത്തിൻ്റെ, ഘോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ നിറവിൽ നിന്നും കൊണ്ട് പങ്കെടുക്കുന്ന ഒരു ശുശ്രൂഷയാണ്. കർത്താവായ യേശുക്രിസ്തു അവസാനത്തെ അത്താഴത്തിൽ പറഞ്ഞ പ്രകാരം കർത്താവിൻ്റെ മരണത്തിന് മുൻപും കർത്താവിൻ്റെ മരണത്തിൻ്റെ ശേഷവും കർത്താവിൻ്റെ രക്തത്താലുള്ള പുതിയ ഉടമ്പടിക്ക് മാറ്റം സംഭവിച്ചിട്ടില്ല. അതിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. കാരണം പുതിയ നിയമ ഉടമ്പടി പ്രകാരം കർത്താവ് യേശുവിൻ്റെ രക്തത്താൽ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വന്നു എന്ന കാര്യത്തിൽ യാതൊരു വിധമായ മാറ്റവും സംഭവിച്ചിട്ടേയില്ല. എന്തെന്നാൽ കർത്താവിൻ്റെ ക്രൂശിലെ മരണം ഒരിക്കലായി എന്നേക്കുമായി പാപങ്ങൾക്കുള്ള പരിഹാരമായിരുന്നു. ആ രക്ത ഉടമ്പടി ഒരു നിത്യ നിയമമാണ്. ആരാലും ഒരിക്കലും മാറ്റം വരുത്തുവാൻ സാധിക്കാത്ത നിത്യ നിയമമാണ്, നിത്യമായ ഉടമ്പടിയാണ്. അതിന് യാതൊരുവിധ മാറ്റവും ഇല്ല. ശ്രദ്ധിക്കണേ, പെസഹ ഭക്ഷിച്ച ജനത്തെ മിസ്രയീമിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന പോലെ ആകുന്നു AD 70 മുൻപുണ്ടായിരുന്ന വിശുദ്ധന്മാരെ അവരെ ബന്ധിച്ചു വെച്ചിരുന്ന പാതാളത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത്. പെസഹ ഭക്ഷിച്ച ജനം മിസ്രയീമ്യ അടിമത്തത്തിലായിരുന്നു. മിസ്രയീമ്യ അടിമത്തത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന പോലെയാകുന്നു AD 70 മുൻപുണ്ടായിരുന്ന വിശുദ്ധന്മാരെ അവരെ ബന്ധിച്ചു വെച്ചിരുന്ന പാതാളത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്നത്. കാരണം കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, ആത്മാവിൽ അവൻ ചെന്നു ബന്ധിക്കപ്പെട്ടവരോട് പ്രസംഗിച്ചു. അപ്പോൾ അവിടെ ബന്ധനസ്ഥലത്തിരുന്ന വിശുദ്ധന്മാരെ, AD 70 മുൻപുണ്ടായിരുന്ന വിശുദ്ധന്മാരെ അവരെ ബന്ധിച്ചു വെച്ചിരുന്ന പാതാളത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. മോശെ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്നും പുറപ്പെടുവിച്ച് യോശുവയുടെ നേതൃത്വത്തിൽ യോർദാനും കടന്ന വാഗ്ദത്ത ദേശത്ത് എത്തിച്ച പോലെ കർത്താവ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കി തന്നു. ദൈവരാജ്യം അതിൻ്റെ പൂർണ്ണ ശക്തിയോടെ അദൃശ്യമായ ആത്മീക മണ്ഡലത്തിൽ AD 70 സ്ഥാപിതമായി. AD 70 ക്രിസ്തുവിൻ്റെ വരവിൽ ദൈവരാജ്യവും പൂർണ്ണമായി വന്നു ചേരുവാൻ ഇടവന്നു. 70 AD വരെയുള്ള കാലഘട്ടത്തിൽ മരണപ്പെട്ട വിശുദ്ധന്മാരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിങ്കൽ രൂപാന്തരം പ്രാപിച്ച വിശുദ്ധന്മാരെയും അദൃശ്യമായ ആത്മീക മണ്ഡലമായ ദൈവത്തിൻ്റെ രാജ്യത്തിൽ ആക്കി വെച്ചു. 70 AD വരെയുള്ള കാലഘട്ടത്തിൽ മരണപ്പെട്ട വിശുദ്ധന്മാരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിങ്കൽ രൂപാന്തരം പ്രാപിച്ച വിശുദ്ധന്മാരെയും അദൃശ്യമായ ആത്മീക മണ്ഡലമായ ദൈവത്തിൻ്റെ രാജ്യത്തിൽ ആക്കി വെച്ചു. 70 ADക്ക് ശേഷം മരണപ്പെടുന്ന ക്രിസ്തുവേശുവിലുള്ള വിശ്വാസികൾക്ക് ഇനി പാതാളത്തിലേക്ക് ചെന്നു ചേരേണ്ടതായ അവസ്ഥ ഇല്ല. കാരണം പാതാളത്തെ തീപ്പൊയ്കയിലേക്ക് തള്ളിയിട്ട് കളഞ്ഞു. ആകയാൽ അതിനുശേഷം മരിക്കുന്ന വിശ്വാസികളുടെ ആത്മാക്കൾ നേരെ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ അഥവാ അദൃശ്യമായ ആത്മീക മണ്ഡലമായ ദൈവത്തിൻ്റെ രാജ്യത്തിൽ എത്തിച്ചേരുന്നു.
പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്നും പുറപ്പെടുന്നതിന് മുൻപായി പെസഹ ആചരിച്ചപ്പോൾ അന്ന് അവർക്ക് അത് വാഗ്ദത്ത ദേശത്ത് ചെന്ന് ചേരാനുള്ള ലക്ഷ്യത്തിലായിരുന്നു അവർ ചെയ്തത്. അതേസമയം വാഗ്ദത്ത ദേശത്തിൽ എത്തിച്ചേർന്നതിൻ്റെ ശേഷവും അവിടെയും അവർ പെസഹ ആചരിക്കാൻ ഇടയായിത്തീർന്നു. അവരങ്ങനെ ചെയ്തത് മിസ്രയീമെ അടിമത്തത്തിൽ നിന്നും വിട്ടുപോകുന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടായിരുന്നില്ല പ്രിയപ്പെട്ടവരെ, മറിച്ച് വാഗ്ദത്തം ചെയ്ത ദേശത്തിൽ എത്തിച്ചേർന്ന ആഹ്ലാദത്തിലായിരുന്നു, അല്ലെങ്കിൽ സന്തോഷത്തിലായിരുന്നു അവരത് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമവിശ്വാസം പിന്തുടരുന്ന നമ്മളെ സംബന്ധിച്ച് കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച ശുശ്രൂഷ പഴയ നിയമത്തിൽ മിസ്രയീമെ അടിമത്തത്തിൽ നിന്നും പുറത്തു വന്ന ഇസ്രായേൽ മക്കളുടെ സന്തോഷത്തെക്കാളും ദൈവം വാഗ്ദത്തം ചെയ്ത ദൈവരാജ്യത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ച് ദൈവത്തിൻ്റെ രാജ്യത്തിൽ ജീവിക്കാൻ ഇടയാക്കി തീർത്തതിൻ്റെ മഹാസന്തോഷത്താലാകുന്നു കർത്താവിൻ്റെ ശരീരരക്തത്തിൻ്റെ ശുശ്രൂഷ. പെസഹ കുഞ്ഞാടിൻ്റെ രക്തം നമ്മുടെ ഹൃദയത്തിൽ തളിക്കപ്പെട്ടു എന്നതിൻ്റെ പ്രതീകവും കുഞ്ഞാടിൻ്റെ ശരീരവും രക്തവും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ തിരിച്ചറിയുകയും ക്രിസ്തുവിൻ്റെ രക്തത്താൽ സ്ഥാപിതമായ നിത്യരക്ഷയുടെ ഉടമ്പടിയുടെ ഭാഗമായി തീർന്നു എന്നതിൻ്റെ തീർച്ച പ്രാപിക്കുകയും ചെയ്യേണ്ടതാകുന്നു. നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുഞ്ഞാടിൻ്റെ ശരീരവും രക്തവും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ തിരിച്ചറിയുകയും ക്രിസ്തുവിൻ്റെ രക്തത്താൽ സ്ഥാപിതമായ നിത്യരക്ഷയുടെ ഉടമ്പടിയുടെ ഭാഗമായി തീർന്നു കഴിഞ്ഞു എന്നതിൻ്റെ തീർച്ച പ്രാപിക്കുകയും ചെയ്യേണ്ടതാകുന്നു. ക്രിസ്തുവിൻ്റെ രക്തം ആത്മീക രാജ്യമായ സ്വർഗീയ യെരുശലേമിൽ നമുക്ക് പ്രവേശനം സാധ്യമാക്കി തന്നിരിക്കുക. ആകയാൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരല്ല നമ്മൾ, മറിച്ച് AD 70 കർത്താവിൻ്റെ വരവ് സംഭവിച്ചു കഴിഞ്ഞു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന കൂട്ടമാണ് നമ്മൾ. കർത്താവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും കൂട്ടായ്മയുടെ ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തു നേടിത്തന്ന ജയത്തിൻ്റെ പ്രഖ്യാപനവും കർത്താവിൻ്റെ മരണം മൂലം നമുക്ക് സാധ്യമാക്കി തന്ന സ്വർഗീയമായ കാര്യങ്ങളുടെ തിരിച്ചറിവിൽ നിന്നുകൊണ്ടുമാണ്. അതുകൊണ്ട് കർത്താവ് വന്നു കഴിഞ്ഞതുകൊണ്ട് ഈ ശുശ്രൂഷയുടെ പ്രാധാന്യമുണ്ടോ എന്ന് നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞോണം, നമ്മൾ ചെയ്യുന്നത് ഓർമ്മയുടെ ശുശ്രൂഷയായിട്ടല്ല, പാപമോചനത്തിൻ്റെ പാപബോധത്തെ കൊടുക്കുന്ന ശുശ്രൂഷയായിട്ടല്ല, കർത്താവിൻ്റെ വരവ് വരെ കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ശുശ്രൂഷയായിട്ടുമല്ല. പിന്നെയോ ഇപ്പോൾ പറഞ്ഞ പോലെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും കൂട്ടായ്മയുടെ ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നത് കർത്താവ് യേശു ക്രിസ്തു നേടിയ ജയത്തിൻ്റെ പ്രഖ്യാപനവും കർത്താവിൻ്റെ മരണം മൂലം നമുക്ക് സാധ്യമാക്കി തന്ന സ്വർഗീയമായ കാര്യങ്ങളുടെ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെയാണ്. അവിടെ മരണത്തെയല്ല, മരണത്തിൻ്റെ പ്രാധാന്യത്തെയാണ് പ്രസ്താവിക്കുന്നത്. കാരണം ആ മരണം കൊണ്ടാണ് നമ്മുടെ മരണത്തെ നീക്കിക്കളഞ്ഞത്. ആ മരണം മൂലം നമുക്ക് ദൈവരാജ്യത്തിലെ പ്രവേശനം സാധ്യമാക്കി തീർന്നു. സ്വർഗീയമായ കാര്യങ്ങളുടെ തിരിച്ചറിവിൽ നിന്നും കൊണ്ട് നമ്മൾ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞ പോലെ സത്യമറിയണം. ആ സത്യം അറിയുമ്പോഴാണ് നമ്മൾ സ്വതന്ത്രന്മാരാകുന്നത്. ദൈവവചനത്തിൽ പറഞ്ഞ ഓരോ വാക്യങ്ങളും അതിന് തന്ന വിശദീകരണങ്ങളും ശ്രദ്ധയോടെ കേൾക്കുകയും ഈ വിഷയത്തിൽ യാതൊരു സംശയമില്ലാത്ത രീതിയിൽ പൂർണ്ണ വിശ്വാസത്തോടെ
ഇതിനെ അംഗീകരിക്കാൻ തക്കവണ്ണം യാതൊരു സംശയങ്ങളുമില്ലാത്ത രീതിയിൽ നിങ്ങളതിനെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.